ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഓണം എക്സാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഉത്തരങ്ങളാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഉണ്ടായിരിക്കും. ഇപ്പോൾ തീർന്ന എക്സാമിൻ്റേതാണിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്കൂളിൽ വെക്കേഷൻ ആണെങ്കിലും സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടാണെങ്കിലും ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പോകാനുണ്ടായിരിക്കും സ്കൂളിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്യുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 2025-26 ഇപ്പോൾ നടന്ന എക്സാമിൻ്റേതാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് മാർക്ക് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. മാർക്ക് ട്വൈനെ കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. അത് ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ നെയിംസ് ഗിവൺ ബിലോ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വൈൻ? ആൻസർ ടോം സോയർ ആൻഡ് ഹക്കിൾബറി ഫിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സംതിങ് ദാറ്റ് മേക്സ് യു ലാഫ്. അതിൻ്റെ ആൻസർ ഫണ്ണി ആണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഡിഡ് മാർക്ക് ട്വൈൻ എൻജോയ് വാച്ചിങ് ആസ് എ യങ് ബോയ്? സിയുടെ ആൻസർ, മാർക്ക് ട്വൈൻ എൻജോയ്ഡ് വാച്ചിങ് ദ സ്റ്റീം ബോട്ട്സ് ആൻഡ് ഡ്രീമിംഗ് ഓഫ് അഡ്വെഞ്ചേഴ്സ്. നെക്സ്റ്റ്, നെയിം ദ 2 ഫേമസ് ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വൈൻ. മാർക്ക് ട്വൈൻ എഴുതിയ 2 ഫേമസ് ബുക്കിൻ്റെ പേരാണ് ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ആൻഡ് ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ. അടുത്തത് ഈയുടെ ആൻസറും കൂടി നമുക്ക് നോക്കാം. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, മാർക്ക് ട്വൈൻ യൂസ്ഡ് എ പെൻ നെയിം ടു റൈറ്റ് ഹിസ് ബുക്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹിസ് റിയൽ നെയിം വാസ് മാർക്ക് ട്വൈൻ. ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? ബി ആണ് ശരി കേട്ടോ. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റുമാണ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇമെയിൽ ആണ്. വില്യം ഫ്രം ദ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് സക്സീഡഡ് ഇൻ ലൈറ്റിംഗ് അപ്പ് ഹിസ് വില്ലേജ്. ഇൻസ്പയർഡ് ബൈ ഹിസ് സ്റ്റോറി, വിനോദ്, എ ക്ലാസ് 6 സ്റ്റുഡൻറ് ഫ്രം കേരള, റൈറ്റ്സ് ആൻ ഇമെയിൽ ടു വില്യം ടു അപ്രീഷിയേറ്റ് ഹിസ് ഹാർഡ് വർക്ക്. ഇവിടെ ഒരു ഇമെയിൽ തയ്യാറാക്കണം. ഫ്രം ആരാണ്, ടു ആരാണ്, സബ്ജക്റ്റ് കൊടുക്കണം. ഡിയർ വില്യമിനാണ്, വിനോദാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ഇമെയിൽ നോക്കാം. ഇത് ആൻസർ ആണ് കേട്ടോ. ഇനി ഇത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ആൻസർ ഇല്ല എന്നൊന്നും ആരും കമൻറ്റ് ചെയ്യരുത്. ക്വസ്റ്റ്യൻസ് അല്ല ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്, ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ഓണം എക്സാമിൻ്റെ ആൻസർ കീകളാണ്. ആൻസർ നോക്കാം. ഫ്രം വിനോദ്, നമുക്കൊരു മെയിൽ ID കൊടുക്കണം. വിനോദിന് മാത്രം കൊടുത്താൽ പോരാ. vinod.class6@gmail.com കൊടുത്തില്ലേ, അതുപോലെ ഒരു മെയിൽ ID കൊടുക്കുക. ടു വില്യം ഡോട്ട്, അതുപോലെ തന്നെ ആ ഒരു email.com വില്യമിനും കൊടുക്കുക. സബ്ജക്റ്റ് ലെറ്റർ ഓഫ് അപ്രിസിയേഷൻ കൊടുത്തു. ഡിയർ വില്യം, ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു എക്സ്പ്രസ് മൈ സിൻസിയർ അപ്രിസിയേഷൻ ഫോർ യുവർ ഇൻക്രെഡിബിൾ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. ഐ എം എ ക്ലാസ് 6 സ്റ്റുഡൻറ് ഫ്രം കേരള ആൻഡ് യുവർ ജേർണി ഓഫ് ലൈറ്റിംഗ് അപ്പ് യുവർ വില്ലേജ് ത്രൂ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഇൻജെന്യൂനിറ്റി ഹാസ് ട്രൂലി ഇൻസ്പയർഡ് മീ. Your determination in the face of adversity is remarkable and I admire your spirit of innovation. Sincerely, Vinod. Next, നമുക്ക് ചാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തതിന് 3A 3B എന്ന് പറഞ്ഞിട്ട് 2 ചോദ്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ 3A എന്ന് പറയുന്നത് കുഞ്ഞു ചിരുതയും മിനിക്കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. മിനിമം 5 എക്സ്ചേഞ്ചസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട് കുഞ്ഞു ചിരുത. ഹായ് മിനിക്കുട്ടി, വാട്സ്ആപ്പ്. മിനിക്കുട്ടി പറയാണ്, നോട്ട് മച്ച്, ജസ്റ്റ് സ്റ്റഡിയിങ്. ഹൗ ആർ തിങ്സ് ഇൻ ന്യൂ ജേഴ്സി, ഹൗസ് യുവർ ന്യൂ സ്കൂൾ. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയും, ഇറ്റ്സ് അമേസിങ്, ഐ ഹാവ് മെയ്ഡ് സോ മെനി ഫ്രണ്ട്സ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ്. ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി, ഇറ്റ്സ് സോ കൂൾ. മിനിക്കുട്ടി, വോ ദാറ്റ് സൗണ്ട്സ് ഇൻക്രെഡിബിൾ. വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ഡു യു ഡു വിത്ത് യുവർ ന്യൂ ഫ്രണ്ട്സ്? കുഞ്ഞിച്ചിരുത, വി ഓഫൺ ഹാങ് ഔട്ട് ആഫ്റ്റർ സ്കൂൾ, സംടൈംസ് വി ഗോ ടു ദ ലൈബ്രറി ആൻഡ് വി ആർ പ്ലാനിങ് എ പിക്നിക് ഇൻ ദ പാർക്ക് നെക്സ്റ്റ് വീക്കെൻഡ്. മിനിക്കുട്ടി, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് സോ മച്ച് ഫൺ. ഐ എം ഗ്ലാഡ് യു ആർ എൻജോയിങ് it there. I miss you though. കുഞ്ഞിച്ചിരുത, I miss you too. We should video call soon and I can tell you more. ഇതാണ് അവരുടെ ചാറ്റ് വരുന്നത്. ഇത് ആൻസർ ആണ് കേട്ടോ. ഇനി ഇതിൽ ആൻസർ ഇല്ല എന്ന് ആരും കമൻറ്റ് ചെയ്യരുത്. 3Aയുടെ ആൻസർ ആണ് കുഞ്ഞിച്ചിരുതയും മിനിക്കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ. നെക്സ്റ്റ് 3B, നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. 3A അല്ലെങ്കിൽ 3B നിങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ഞാൻ 2ന്റെ ആൻസറും ഇതിൽ കൊടുക്കുകയാണ്. നമുക്കിവിടെ റയാനും വില്യമും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. മിനിമം 5 എക്സ്ചേഞ്ചസ് വേണം. റയാൻ, ഹായ് വില്യം, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? വില്യം, ഹായ് റയാൻ, ഐ എം സോ ഹാപ്പി. അപ്പം ഇനി നോക്കാം നമുക്ക്. റയാൻ പറയണ, ഹായ് വില്യം, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അപ്പോൾ വില്യം, ഹായ് റയാൻ, ഐ എം സോ ഹാപ്പി, അവർ വില്ലേജ് ഫൈനലി ഹാസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ റയാൻ പറയാണ്, ദാറ്റ്സ് ഫണ്ടാസ്റ്റിക് ന്യൂസ്, ഐ ഹേർഡ് അബൌട്ട് ഇറ്റ്, ഹൗ ആർ ദ വില്ലേജേഴ്സ് റിയാക്ടിങ്? അപ്പോൾ വില്യം പറയും, ദേ ആർ ത്രിൽഡ്.
Everyone is getting mobile phones, watching TV, and even using the internet now. It's a huge change. Ryan, that's truly amazing. William, you have made a real difference in their lives. I'm so proud of you, man. William പറയാണ്, thanks Ryan. It feels great to see the impact. You should come visit and see it for yourself. Ryan പറയും, I definitely will. Can't wait to see all the changes. Let's plan it soon. ഓക്കെ, ഇത് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈവ് റിപ്പോർട്ടാണ്. ആദ്യത്തെ 4A 4B 2 ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. ഞാൻ രണ്ടിൻ്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. 4A എന്ന് പറയുന്നത് ദ സ്കൂൾ ഈസ് റെഡി ഫോർ പ്രവേശനോത്സവം. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ പ്രവേശനോത്സവം യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. പ്രവേശനോത്സവത്തിൻ്റെ ഒരു ലൈവ് ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ എഴുതണം. അവർ തന്നിരിക്കുന്ന ഹിൻ്റ് എല്ലാം വെച്ചാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ദ സ്കൂൾ വാസ് ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് റിബൺസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് പാരൻസ് ആൻഡ് ഗാർഡിയൻസ്. പ്രിവെൻഷൻ അല്ല, അതവിടെ ആവശ്യമില്ല. പ്രവേശനോത്സവമാണ്, ഇത് വേണ്ട. റിബൺസ് ഫോർ ദി പാരൻസ് ആൻഡ് ഗാർഡിയൻസ് were seated in rows eagerly awaiting the start of the ceremony. The youngest, ഇവിടെ പ്രിവെൻഷൻ ഇല്ല കേട്ടോ, ഇനി അതുണ്ടെന്ന് വിചാരിക്കരുതേ. റിബൺസ് മാത്രം മതി. ഫോർ ദ പ്രവേശനോത്സവം എന്നാണ് ഇവിടെ വരേണ്ടത്. അത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. ദ സ്കൂൾ വാസ് ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് റിബൺസ്. Parents and guardians were seated in rows eagerly awaiting the start of the ceremony. The youngest students, full stop, the youngest students occupied the front rows, their faces filled with anticipation. The atmosphere heightened with the arrival of the esteemed MLA. Marking the official commencement of the event, a vibrant Chendamelam filled the air with its rhythmic beats. Adding to the grandeur of the occasion, the headmaster extended a warm welcome to the MLA, acknowledging their presence and support. The highlight of the ceremony was when the MLA with graceful gesture lit the traditional lamp, symbolizing the inauguration of the new academic year and the welcoming of the new students. This act marked a significant and memorable beginning for all present. അപ്പോൾ ഇത് പ്രവേശനോത്സവത്തിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ടാണ്. നെക്സ്റ്റ് നമുക്ക് 4Bയിൽ തന്നിരിക്കുന്നത് ചിബിയുടെ സ്കൂള്. ഇറ്റ്സ് ദ ഡേ ഓഫ് ദ ആനുവൽ ടാലൻറ്റ് ഷോ അറ്റ് ചിബി സ്കൂൾ. യു ആർ എമംഗ് ദ ഓഡിയൻസ്. ചിബി സർപ്രൈസിങ് ദ പീപ്പിൾ വിത്ത് ഹിസ് പെർഫോമൻസ്. അപ്പോൾ ചിബി അവിടെ നമുക്ക് അറിയാം, നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ് അല്ലേ ചിബി. അങ്ങനെയാണ് ആ കുട്ടി കയ്യടി നേടിയത് ആ ഒരു ഷോയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ടാണ്. നോക്കാം, ആൻസറാണിത്. The school hall was packed, a sea of eager faces filling every seat for the annual talent show. Children showcased their diverse talents on stage and the audience responded with enthusiastic cheers, creating a lively and supportive environment. Mr. Isop, the announcer, called out the next performer and a hush fell over the crowd as Chibi appeared on stage. Chibi, known for their unique flair, began their performance by imitating the cries of crows, a rather unexpected and unusual act. Chibi's performance took everyone by surprise, defying expectations and captivating the audience with its originality. The initial surprise quickly turned into appreciation, culminating in a resounding round of applause from the delighted crowd, acknowledging Chibi's unexpected and entertaining talent. Okay, അപ്പോൾ ഇതാണ് ചിബിയുടെ ലൈവ് റിപ്പോർട്ട് വരുന്നത്. ഇനി നമുക്ക് എഡിറ്റിംഗ് ആണ്. ആദ്യത്തെ എഡിറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്സ് ഞാൻ പറയാം. ഈ സാറ്റർഡേയുടെ ക്യാപിറ്റൽ എസ് ആണ് വേണ്ടത്. കണ്ടല്ലോ, സാറ്റർഡേ ക്യാപിറ്റലൈസ് ചെയ്യുക. ഗോ അല്ല ഇവിടെ വരേണ്ടത്, വെൻറ്റ് ആണ്. അതാണ് രണ്ടാമത് ബി, വെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് നോക്കൂ, ഒരു എൽ മതി. അടുത്തത് ഡി എന്ന് പറയുന്നത് ഇന്നല്ല, അവിടെ ഓൺ ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഡേ ലവ്ലി എന്ന് വരില്ല, ലവ്ലി ഡേ എന്നാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പിക്ചർ സ്റ്റോറി തയ്യാറാക്കാനാണ്. ഡെവലപ്പ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ഇൻ ടു എ മീനിങ് ഫുൾ സ്റ്റോറി. അപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള ആ പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങളൊരു കഥ ഉണ്ടാക്കണം ഇവിടെ, പിക്ചർ സ്റ്റോറി. അപ്പോൾ നമുക്ക് കഥ നോക്കാം. ആൻസർ: വൺ സണ്ണി ആഫ്റ്റർനൂൺ a kind-hearted girl named Lily was walking home from school. As she approached a busy intersection, she noticed an elderly woman standing hesitantly at the curb.
clearly struggling to cross the bustling road. Lily, seeing the women predicament, immediately thought, look, the grandma needs to cross the road. Without a second thought, she walked up to the women and politely offered, I shall help you. The elderly women, relieved and grateful, smiled warmly and accepted Lily's offer. Lily gently took the woman's hand and carefully guided her across the road, ensuring her safety amidst the traffic. Once they reached the other side, the elderly woman turned to Lily with a heartfelt smile and said, Thank you, dear. Lily felt a sense of satisfaction, knowing she had helped someone in need, and continued on her way a little brighter for her act of kindness. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇത് ആൻസർ കീ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആരും വന്നിട്ട് ആൻസർ ഇല്ല, ക്വസ്റ്റ്യൻ ആണ് എന്നൊന്നും കമൻറ്റ് ചെയ്യരുത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.